പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെയും പരീക്ഷകൾ എഴുതുന്ന എല്ലാ കുട്ടികളെയും ഈ ദിവസങ്ങളിൽ രോഗികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കാം. നോമ്പുകാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളാണ്. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാളാണ്. നമുക്കറിയാം, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനകളിലൂടെയും മാതൃകയിലൂടെയും ശാന്തമായ ജീവിതത്തിലൂടെയും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. വിശുദ്ധ യൗസേപ്പ് പിതാവ് കുടുംബത്തിൻ്റെ കാവൽക്കാരൻ എന്നാണ് അറിയപ്പെടുക. പല കാര്യങ്ങളും യൗസേപ്പ് പിതാവിൻ്റെ പേരിലുണ്ട്. എങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബത്തിൻ്റെ കാവൽക്കാരനായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവ് അറിയപ്പെടുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങൾ ഏത് കാലത്തേക്കാളും കൂടുതൽ പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും ആവശ്യമുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന വാർത്തകളും വായിക്കുന്ന വാർത്തകളൊക്കെ കുടുംബങ്ങൾ എന്തുമാത്രം തകർന്നിട്ടുണ്ട്, നമ്മുടെ മക്കൾ എന്തുമാത്രം ലഹരി വസ്തുക്കളിലേക്കൊക്കെ പോകുന്നു, എന്തുമാത്രം അപജയം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നുവെന്ന് സങ്കടത്തോടെ നമ്മൾ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിലേക്ക് നോക്കുമ്പോൾ യൗസേപ്പ് പിതാവ് നമുക്ക് തരുന്ന 3 മാതൃകകളെക്കുറിച്ച് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവിന് 3 സ്വപ്നങ്ങളാണ് ഉണ്ടായത്. ആ 3 സ്വപ്നങ്ങളും തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷണത്തിനും വളർച്ചയ്ക്കും വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ കൊടുത്ത സ്വപ്നങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 1-ാമത്തെ സ്വപ്നം ലഭിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ 19 മുതൽ തിരുവചനത്തിൽ വായിക്കും. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. 24-ാമത്തെ വചനം, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 സ്നേഹമുള്ളവരെ, എല്ലാ ദമ്പതികൾക്കും യൗസേപ്പ് പിതാവ് നൽകുന്ന വലിയൊരു മാതൃകയാണ്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംശയം അല്ലെങ്കിൽ പ്രതിസന്ധി അത് വളരെ ശക്തമായിരുന്നു. കാരണം താൻ വിവാഹം കഴിക്കാൻ പോകുന്ന, വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഭർത്താവാകാൻ പോകുന്ന പുരുഷനും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ പുരുഷന് മാത്രമല്ല, ആ പുരുഷന്റെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കോ ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ യൗസേപ്പ് പിതാവ് എന്താ ചെയ്തതെന്ന് വചനത്തിൽ എഴുതി. അതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ യൗസേപ്പ് പിതാവിൻ്റെ ആലോചനയെക്കുറിച്ച് പറയുക, യൗസേപ്പ് പിതാവ് അതേക്കുറിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ചില ബൈബിൾ പണ്ഡിതന്മാർ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ പറയുന്നത്, യൗസേപ്പ് പിതാവ് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ മറിയത്തെ ഉപേക്ഷിക്കണോ വേണ്ടയോ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചു എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കൊണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതും മറുപടി നൽകിയതും. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ആ സംശയം മാറ്റിക്കൊടുത്തു, ആ പ്രതിസന്ധി മാറ്റിക്കൊടുത്തു. ദൈവദൂതൻ പറഞ്ഞു, മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, ദൈവപുത്രനാണ് മറിയത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ദൈവത്തിൻ്റെ ആ വെളിപ്പെടുത്തൽ യൗസേപ്പ് പിതാവ് സ്വീകരിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറിയം ഗർഭം ധരിച്ചിട്ടുണ്ട്, യൗസേപ്പ് പിതാവിൽ നിന്നല്ല.
പക്ഷെ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ ലഭിച്ചപ്പോൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഔസേപ്പിതാവ് തയ്യാറാവുകയാണ്. Praise the Lord. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ ഈ ദാമ്പത്യ ജീവിതങ്ങൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ചെറിയ കാരണങ്ങൾക്ക് പോലും പിരിയാനും അകന്നു കഴിയാനും പലരും തീരുമാനിക്കുമ്പോൾ യൗസേപ്പിതാവിലേക്ക് നമ്മൾ നോക്കേണ്ടതുണ്ട്. യൗസേപ്പിതാവിനെ പോലെ പ്രാർത്ഥിക്കാൻ എല്ലാ ദമ്പതികൾക്കും സാധിക്കുന്നുണ്ടോ? ദൈവത്തോട് ആലോചന ചോദിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം യൗസേപ്പിതാവിന് ദൈവത്തിൻ്റെ ദൂതൻ വന്നുള്ള സ്വപ്നം ലഭിച്ചത് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട ഡാനിയലച്ചൻ്റെ കൂടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന ജോൺ പോൾ ബ്രദറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കഴിഞ്ഞ വർഷം ബെസിലി സ്കൂളിൽ ഡാനിയലച്ചൻ്റെ ധ്യാനം നടന്നപ്പോൾ ആ ബ്രദർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഈ ബ്രദർ ഇത്രയും പ്രശസ്തനാകുന്നതിന് മുമ്പൊക്കെ എനിക്കറിയാം അദ്ദേഹത്തെ. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ ധ്യാനത്തിന് പോകുമ്പോൾ അബുദാബിയിൽ അലൈൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ വീട്. ഇവരുടെ വീട്ടിൽ ഞാൻ 2 തവണ പോയിട്ടുണ്ട്, അലൈനിൽ ഇവരുടെ വീട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിയന്ന നേഴ്സാണ്, അലൈനിലൊരു ഹോസ്പിറ്റൽ നേഴ്സാണ്. ഈ ജോൺ പോൾ ബ്രദർ ഇപ്രകാരം ഒരു വലിയ സുവിശേഷകനായി ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡാനിയലച്ചനോടൊപ്പം പോകുന്ന ഒരു വലിയ സുവിശേഷകനായിട്ട് ഇദ്ദേഹം മാറി. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ടായിരുന്നു. ആ ചരിത്രത്തിൽ അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു. ലഹരി വസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൈമുറിച്ച് ഞരമ്പിലേക്ക്, രക്തക്കുഴലിലേക്ക് ലഹരി വസ്തുക്കൾ ഇടുമായിരുന്നു. ആ സമയങ്ങളിൽ അദ്ദേഹം തൻ്റെ ഭാര്യ ജിയാന, ആ സഹോദരിയെ 2-3 വട്ടം കൊല്ലുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് തള്ളിയിടാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 2-3 വട്ടം കൊല്ലാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജിയാനയോട് സംസാരിച്ചിട്ടുണ്ട് പലവട്ടം. അപ്പോൾ ആ സഹോദരി പിന്നീട് ഈ സഹോദരൻ്റെ മാനസാന്തരത്തിന് ശേഷം ദൈവം ഇടപെട്ട് അങ്ങനെ വലിയ സുവിശേഷ വേലയ്ക്കായിട്ട് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിന് ശേഷം ജിയാന എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛൻ, ഞാൻ പലവട്ടം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ദൈവം എന്തോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ദൈവം തന്ന ഭർത്താവല്ലേ എന്ന് ഞാൻ ആലോചിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി. അങ്ങനെ ആ ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നു, അദ്ദേഹം മാനസാന്തരപ്പെടുന്നതും. അതിനുശേഷം അദ്ദേഹം ഈ ഡാനിയലച്ചൻ്റെ കൂടെയൊക്കെ പോയി ഇത്രയും പ്രശസ്തനായതിനു ശേഷം ഞാൻ ഒരിക്കൽ ഈ ജിയാനയെ കാണുകയുണ്ടായി ഗൾഫിൽ വെച്ച്. അപ്പോൾ ആ സഹോദരി പറഞ്ഞത് എങ്ങനെയായിരുന്നു: ഒരു പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായ സഹനവും ദുരിതവുമൊക്കെ ഈ ഭർത്താവിനെ ഇത്രയും വലിയ സുവിശേഷകനായിട്ട് രൂപപ്പെടുത്തുന്നതിന് ദൈവം അനുവദിച്ചതാണെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരാഴ്ച പോലും ഒരുമിച്ച് താമസിക്കാൻ തോന്നാത്ത വിധത്തിൽ മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടിമയായിരുന്ന ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ സഹോദരി. ഔസേപ്പിതാവ് ഒരു സംശയം വന്നപ്പോൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ സഹോദരി തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം ഇടപെട്ടപ്പോൾ ഇന്നൊരു പക്ഷേ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ഭാര്യയായിരിക്കും. കാരണം ആ ഭാര്യയ്ക്ക് ഉള്ളൊരു വലിയ സന്തോഷം ഇതാണ്: ഞാനൊരാത്മാവിനെ നേടിയല്ലോ, എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാനൊരാത്മാവിനെ നേടിയല്ലോ. എൻ്റെ ഭർത്താവ് ഇന്ന് അനേകരോട് സുവിശേഷം പറയുന്നുണ്ടല്ലോ, അതെനിക്ക് വലിയ സന്തോഷം തരുന്നു. Praise the Lord. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ജിയാനയും അതോടൊപ്പം തന്നെ വചന ശുശ്രൂഷയ്ക്ക് ചെയ്യുന്ന ഒരാളാണ്. നേഴ്സസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ദുബായിലെ നേഴ്സസ് മിനിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം ഓരോ വ്യക്തികളെയും ദമ്പതികളെയും ഒരുക്കുന്നത് എപ്രകാരമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും വേണം. Praise the Lord. ഹല്ലേലൂയ. 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 കഴിഞ്ഞ ദിവസം പാമ്പ്ലാനി പിതാവ് ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ, പോട്ടയിലെ കൺവെൻഷനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പ്രസംഗം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണ്: ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെട്ട് കിട്ടാൻ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം പലപ്പോഴും. Praise the Lord. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലുള്ള എല്ലാ ദമ്പതികൾക്കും ഔസേപ്പിതാവ് തരുന്നൊരു മാതൃക ഇതാണ്: ചെറിയ കാരണങ്ങളെ പ്രതി പോലും അകന്നു നിൽക്കാനും വേറിട്ട് നിൽക്കാനും വേർപിരിയാനും ആഗ്രഹിക്കുമ്പോൾ
വേർപിരിയാനും കുറ്റപ്പെടുത്താനും മതിയായ കാരണമുണ്ടായിട്ടും ഉപേക്ഷിക്കാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് നിന്നുകൊടുത്ത യൗസേപ്പിതാവ്. യൗസേപ്പിതാവിന് ഈ ഉണ്ണിയെ കയ്യിൽ എടുക്കുമ്പോഴും യൗസേപ്പിതാവിന് അറിയാം ഇതെൻ്റെ മകനല്ല എന്നറിയാം. ആ കുഞ്ഞിനെ വളർത്തുമ്പോഴും യൗസേപ്പിതാവിനറിയാം ഞാൻ ഈ കുഞ്ഞിൻ്റെ മകനല്ല, ഈ മകൻ്റെ അപ്പനല്ല എന്നറിയാം. എങ്കിലും ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ യൗസേപ്പിതാവ് അതിന് നിന്നുകൊടുത്തു. ഔസേപ്പിതാവ് വലിയ അനുഗ്രഹമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ എല്ലാ ദമ്പതികൾക്കും ഔസേപ്പിതാവ് തരുന്ന ഒരു മാതൃകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, തകർച്ചകൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം. ഉടനെ തന്നെ തീരുമാനങ്ങൾ എടുക്കാതെ ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടേയിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യൗസേപ്പിതാവ് തരുന്ന രണ്ടാമത്തെ മാതൃക മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 2-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഞാൻ പറയുന്നതുവരെ അവിടെ താമസിക്കുക. ഹെരോദ് ശിശുവിനെ വധിക്കുവാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ അവസരത്തിൽ ജോസഫിനോട് ദൂതൻ സംസാരിക്കുന്നപ്പോഴാണ് തൻ്റെ മകന് ആ ദൈവം ഏൽപ്പിച്ച മകന്, ആ മകന്റെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് പിതാവിന് ദൈവം വെളിപ്പെടുത്തൽ കൊടുക്കുകയാണ്. നിന്റെ മകന് ഒരു അപകടം ഉണ്ടാകുവാൻ പോവുകയാണ്, നീ എത്രയും പെട്ടെന്ന് വേറെ ദേശത്തേക്ക് പോവുക. സ്നേഹമുള്ളവരെ, മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ ഏത് പിതാവിനും ഏത് മാതാവിനുമാണ് ദൈവത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കൾക്കാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പല കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ പല ദുരന്തങ്ങളും അപകടങ്ങളും തെറ്റായ സ്നേഹബന്ധങ്ങളും ലഹരിയുടെ ഉപയോഗവും തെറ്റായ കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ അറിയുന്ന എപ്പോഴാണ്? എല്ലാം കൈവിട്ടു പോകുമ്പോഴാണ്. ഇവിടെയാണ് നമ്മൾ യൗസേപ്പിതാവിലേക്ക് നോക്കേണ്ടത്. യൗസേപ്പിതാവ് ദൈവത്തോട് ചേർന്ന് ദൈവത്തോട് ആലോചന ചോദിച്ച് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പിതാവായതുകൊണ്ട് ആ പിതാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, നിങ്ങളുടെ മകന് ഒരു അപകടം വരാൻ പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും യൗസേപ്പിതാവ് തരുന്ന ഒരു മാതൃക ഇതാണ്. നമുക്ക് ദൈവത്തോട് ബന്ധമുണ്ടെങ്കിലേ, പിതാവായ ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ, ഈശോയോട് ബന്ധമുണ്ടെങ്കിലേ, പരിശുദ്ധ അമ്മയോടൊക്കെ ബന്ധമുണ്ടെങ്കിലേ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. പക്ഷേ ഇന്ന് പല അമ്മമാർക്കും അപ്പന്മാർക്കും അത് വെളിപ്പെട്ട് കിട്ടുന്നത് എല്ലാ അപകടങ്ങളും കഴിഞ്ഞ് കൈവിട്ടു പോയതിനു ശേഷമാണ്. ഇവിടെ നമ്മൾ ഔസേപ്പിതാവിനെ മാതൃകയാക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കോട്ടയിലെ ധ്യാന കേന്ദ്രത്തിലായിരുന്ന സമയത്ത് ഒരു അപ്പനും അമ്മയും ഒരു മകളെ അവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നവർക്ക് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇവർ ഈ മകളെ കേരളത്തിന് പുറത്തേക്ക് പഠിക്കാൻ വിട്ടത്, ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടതാണ്. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മകൾ പറഞ്ഞു, ഹോസ്റ്റൽ നല്ലതല്ല, അതുകൊണ്ട് ഞാനും ഏതാനും സുഹൃത്തുക്കളും വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ സമ്മതിച്ചു. പക്ഷേ ഈ അപ്പച്ചനും അമ്മച്ചിയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങനെ ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് ഈ രാത്രിയിൽ ഉറക്കത്തിലൊക്കെ ഇങ്ങനെ ഈ മകളുടെ മുഖം തന്നെ ഇവരുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒരു തീരുമാനിച്ചു, മക്കളാണല്ലോ ഏറ്റവും വലുത്, അവർ ഈ മകളെ അറിയിക്കാതെ ഒരു ദിവസം ഈ അപ്പനും അമ്മയും കൂടെ മകൾ പഠിക്കുന്ന ബാംഗ്ലൂർ ആ സ്ഥാപനത്തിലേക്കും അതോടൊപ്പം തന്നെ മകൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സും അന്വേഷിച്ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ കണ്ട കാര്യം, മകളെ പോലെ മറ്റു പെൺകുട്ടികളും കൂട്ടുകാരികളൊക്കെ ഉണ്ട്, പക്ഷെ ഇവർ താമസിക്കുന്നത് അവിടെ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന മുറികളുണ്ട്. പക്ഷേ ഈ മകളുടെ കൂടെ മുറിയിൽ താമസിക്കാൻ ഇവളുടെ കൂടെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയും അവിടെയുണ്ട്. അവർ റൂം ഷെയർ ചെയ്തിട്ടാണ് അവിടെ താമസിക്കുന്നത്. ഇവിടെ അപ്പനും അമ്മയും കണ്ടു കഴിഞ്ഞപ്പോൾ അതവർക്ക് ഷോക്കായിപ്പോയി. കാരണം വീട്ടിൽ മാതാപിതാക്കളൊന്നും അറിയുന്നില്ല, അവിടെ ഈ പെൺകുട്ടിയെ പോലെ പലരുമുണ്ട്, അവരവിടെ താമസിക്കുന്നത് അങ്ങനെ റൂം ഷെയർ ചെയ്തിട്ടാണ്, കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൺകുട്ടികളുടെ കൂടെ റൂം ഷെയർ ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്കും അവരുടെ ഹൃദയം തകർന്നു പോയി. അവർക്കൊരിക്കലും വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകാം, പക്ഷെ അത് കണ്ടപ്പോൾ അവർ വളരെ ഷോക്കായിപ്പോയി. അപ്പനും അമ്മയും ആ മകളെ അവിടെ നിന്ന് അപ്പോൾ തന്നെ ആ പഠനമൊക്കെ നിർത്തിച്ച് ആ മകളെയും കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അവർ പറഞ്ഞു, ഞങ്ങൾക്ക് നീയാണ് വലുത്,
എന്ന് പറഞ്ഞ് അവർ പിന്നീട് ആ വർഷം ആ കുട്ടിയുടെ പോയി. പിറ്റേ വർഷം അവർ വേറെ സ്ഥലത്ത് വിടുകയായിരുന്നു. അപ്പോൾ ആ അപ്പച്ചനും അമ്മച്ചിയും പറയുമായിരുന്നു, അച്ഛാ ഞങ്ങൾക്കത് പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ട് അവിടെ നിന്ന് പോയി ആ കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ലഹരിക്ക് അടിമപ്പെട്ട ഒരു യുവാവായിരുന്നു. അത് ഈ പെൺകുട്ടി തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. കുറച്ചു കാലം കൂടെ ആ മുറിയിൽ താമസിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവളും ലഹരിക്ക് അടിമയായാനെ. ഇവളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയാനെ. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനും അമ്മയും ആയതുകൊണ്ട് അവർക്ക് ഈശോ അത് സമയത്ത് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവരവിടെ ഒരുമിച്ച് താമസിച്ചു എന്ന് പറഞ്ഞാലും അവർ അപകടകരമായ രീതിയിലൊന്നും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. അവിടേക്ക് താമസം മാറ്റി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവരിത് അറിഞ്ഞു. അവിടെ പോയി ആ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് യൗസപിതാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം. നമ്മളുടെ മക്കളുടെ ജീവിതത്തിൽ അപകടങ്ങൾ വരാനിരിക്കുന്നത് ഒരപ്പനും അമ്മയ്ക്കും ദൈവം പറഞ്ഞു തരണമെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കാഴ്ചകൾ കാണാനും ദൈവത്തോട് അടുപ്പമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം യൗസപിതാവിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്. യൗസപിതാവിന് വേറൊരു ദർശനം കൂടെ ലഭിക്കുന്നുണ്ട്. ആ ദർശനം സ്വപ്നം ഇതാണ്. 2-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. ഹെറോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവർ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ആ മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോദസിന്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നത് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ട നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ചെന്ന് അവൻ പാർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഹെറോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ നിന്ന് താമസം മാറ്റി നസ്രത്ത് എന്ന പട്ടണത്തിൽ പോയി താമസിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. കാരണം നസ്രത്തിൽ താമസിക്കുന്ന ആളുകളെയാണ് നസ്രായർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതുണ്ട്. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ഈ മകൻ നസ്രത്തിൽ പോയി താമസിക്കണം. ഈ ദൈവത്തിന്റെ പദ്ധതി വേണ്ട സമയത്ത് മകനെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ഈ പിതാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന മറ്റാരുമല്ല, പിതാവിന്റെ ബുദ്ധിയുമല്ല, ദൈവത്തിന്റെ ദൂതനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പിതാവിനും മാതാവിനും ദൈവത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ മക്കൾ ഭാവിയിൽ എവിടെയൊക്കെയാണ് പഠിക്കേണ്ടത്, അവരെവിടെയൊക്കെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് പോകണം എന്നൊക്കെ അവർ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥനയുള്ളവരും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ ദൈവം ആരിലൂടെയെങ്കിലും അത് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചിലപ്പോൾ ചില തെറ്റായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ വിചാരിക്കും അവിടെ പോയാൽ വലുതാകും, ഇവിടെ പോയാൽ നന്നാകും. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയാകണമെന്നില്ല. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ ഏകദേശം ഈ സമയത്ത് ഞാൻ അമേരിക്കയിലെ ഷിക്കാഗോയിൽ പോയിരുന്നു. നിങ്ങൾക്കറിയാം, അവിടെ ധ്യാനത്തിനായിട്ട് പോയപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഒരു കുടുംബത്തിൽ ഞാൻ ചെന്നപ്പോൾ ആ കുടുംബത്തിലെ അമ്മച്ചി എൻ്റെ അടുത്ത് പറയുകയായിരുന്നു, അച്ഛാ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരാൻ അവസരം കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ വന്ന് ജോലിയൊക്കെ കിട്ടി, കുറേ കഷ്ടപ്പെട്ടു. മക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നത്. 2 പെൺമക്കളാണ്. 2 പെൺമക്കളെയും വളർത്തി വലുതാക്കി. അങ്ങനെ അവർക്ക് ജോലിയൊക്കെ ആക്കി. പക്ഷേ ഇപ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ ഇങ്ങനെ റിട്ടയർഡായി, അപ്പോൾ ഇങ്ങനെ വചനങ്ങളൊക്കെ ഇരുന്ന് ഇങ്ങനെ കുറേ കേൾക്കാറുണ്ട്. ഇപ്പോൾ എനിക്കൊരു സംശയം, അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെ ആയിരുന്നു എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. കാരണം ഈ 2 പെൺകുട്ടികളും അവർക്ക് 18 വയസ്സായതിനു ശേഷം ഈ വീട്ടിൽ വരാറില്ല. അമ്മയെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും ക്രിസ്മസിന് മാത്രമേ വരാറുള്ളൂ. അവരിങ്ങനെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അമേരിക്കയുടെ ജീവിതശൈലി അനുസരിച്ച് ആ കുട്ടികൾ കാര്യം നാട്ടിൽ നിന്ന് പോയവരാണെങ്കിലും അവരവിടെ ചെന്ന് അവിടുത്തെ കുട്ടികളെ പോലെയായി. അവർ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വരാറില്ല. അവർ അതിന് ശേഷം വീട്ടിൽ വരുന്നുമില്ല. വല്ലപ്പോഴും ക്രിസ്മസിനും അമ്മയുടെ ബർത്ത്ഡേയും വിഷ് ചെയ്യാൻ മാത്രം വരും. അവരിങ്ങനെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കുകയാണ്. അമ്മച്ചി പറയുമായിരുന്നു, അച്ഛാ കല്യാണം കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചാലും എനിക്ക് സങ്കടമില്ലായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഞാൻ അന്ന് ഈ അമേരിക്കയിലേക്ക് വന്നത് ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വിചാരിച്ച് അമേരിക്കയിലുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് അമേരിക്ക പോകരുതെന്നല്ല അച്ഛൻ പറഞ്ഞത്. ചില കുടുംബങ്ങൾക്ക് നല്ലതായിരിക്കാം,
ചിലർക്കത് നല്ലതാകണമെന്നില്ല, ചില മക്കൾക്കത് നല്ലതാകാം, ചില മക്കൾക്ക് നല്ലതാകണമെന്നുമില്ല. അവിടെ പോയി നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്ന, മാതാപിതാക്കളോടൊപ്പം ജീവിക്കുന്ന, നല്ല മക്കളായി ജീവിക്കുന്ന അനേകരവിടെയുണ്ട്. അത് ഏത് രാജ്യത്താണെങ്കിലും, അമേരിക്കയിലാണെങ്കിൽ, UK യിലാണെങ്കിലും, ഓസ്ട്രേലിയയിലാണെങ്കിലും, എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതോടൊപ്പം അവിടെ ചെന്നതിന് ശേഷം കൈവിട്ടു പോയ അനേകം മക്കളുടെയും ചരിത്രം അറിയുന്ന ഒത്തിരിയേറെ, അല്ലെങ്കിൽ വേദനിക്കുന്ന, അവരെ കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളും അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, അപ്പോൾ ആ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതായിരുന്നു. അച്ഛാ, അന്ന് ഇങ്ങനെ ജീവിക്കാനുള്ള തിരക്കായിരുന്നു, അന്ന് മക്കളെ പഠിപ്പിക്കാനുള്ള തിരക്കായിരുന്നു, അന്ന് എനിക്ക് വചനം അറിയത്തില്ലായിരുന്നു, അന്ന് ഞാൻ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. കഠിനമായ ജോലി ചെയ്തൊക്കെയാണ് അച്ഛൻ ഞാൻ അമേരിക്കയിൽ വന്നതും അവിടെ വന്നതിന് ശേഷം അധ്വാനിച്ചാണ് ഈ മക്കളൊക്കെ വളർത്തിയത്. അന്ന് എനിക്ക് പ്രാർത്ഥനയില്ലായിരുന്നു അച്ഛാ, ഇതുപോലെ വചനം അറിയില്ലായിരുന്നു. ഇത്രയും വചനം അറിയുകയും പ്രാർത്ഥനയും വന്നപ്പോഴാണ് എനിക്കിപ്പോഴാണ് ദൈവികമായി ജ്ഞാനം കിട്ടിത്തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, യോസേപ്പ് പിതാവിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ പാഠം ഇതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കൾക്കാണ് അവരുടെ മക്കളെക്കുറിച്ചുള്ള പദ്ധതികൾ വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കൾക്കാണ് അവരുടെ മക്കൾ എവിടെ പോയി പഠിക്കണം, അവരെന്തായിത്തീരണം, ആരായിത്തീരണം എന്നുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മാതാപിതാക്കൾക്കും മക്കൾക്കുമാണ് അത് വെളിപ്പെടുത്തി കിട്ടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യോസേപ്പ് പിതാവിന്റെ തിരുനാൾ, മരണ തിരുനാൾ നാളെ ആഘോഷിക്കുമ്പോൾ ഈ യോസേപ്പ് പിതാവ് കുടുംബങ്ങളുടെ കാവൽക്കാരനായി തീർന്നത് യോസേപ്പ് പിതാവിന് ദൈവത്തോടുള്ള ബന്ധം മൂലമാണ്. പിതാവായ ദൈവത്തോടുള്ള ബന്ധം മൂലമാണ് യോസേപ്പ് പിതാവ് കുടുംബങ്ങളുടെ കാവൽക്കാരനായി മാറിയത്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയം, നമുക്ക് യോസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ മാർച്ച് 19 തിരുസഭ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാലഘട്ടം ഒത്തിരി പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടമാണ്. കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്ന് ഏതാനും യുവാക്കന്മാർ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് 2 കിലോയിലധികം കഞ്ചാവ് പിടിച്ചു. നമുക്കെല്ലാം പത്രത്തിൽ വാർത്ത കണ്ടതാണ്. നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. കൊച്ചുകുട്ടികൾ പോലും പല ലഹരി വസ്തുക്കൾക്കും അടിമകളാകുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 10ാം ക്ലാസ്സിൽ നിന്നും പഠിക്കുന്നവരൊക്കെ വീട് വിട്ട് ഇറങ്ങിപ്പോയി ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ജീവിക്കാൻ പുറപ്പെടുന്നവരെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംഭവങ്ങൾ നമ്മൾ ഈ TV-യിലും ന്യൂസിലൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കുടുംബം ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹം ആവശ്യമുള്ള ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതോടൊപ്പം തന്നെ സോഷ്യൽ നെറ്റ്വർക്ക്സിൻ്റെയും മൊബൈലിൻ്റെയും ഒക്കെ അടിമത്തത്തിലേക്ക് പുതിയ തലമുറ കടന്നു പോകുമ്പോൾ, പുതിയ തലമുറ മാത്രമല്ല മുതിർന്നവരും പ്രായമായവരും എല്ലാം കടന്നു പോകുമ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ ജീവിത വിശുദ്ധിയും ഔസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനയും ഔസേപ്പ് പിതാവിൻ്റെ മാതൃകയും നമുക്ക് ലഭിക്കണം. എല്ലാ ദമ്പതികൾക്കും വേണ്ടി ഔസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹം നമ്മൾ യാചിക്കണം. എല്ലാ മക്കളെയും വളർത്തുന്ന അപ്പനും അമ്മയും ഔസേപ്പ് പിതാവിൻ്റെ ജ്ഞാനം ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മക്കളെക്കുറിച്ചുള്ള എന്ത് ചെയ്യണം, എൻ്റെ മക്കളെ എങ്ങനെ എവിടെ വിട്ട് പഠിപ്പിക്കണം എന്ന് അറിയാൻ നമ്മൾ ദൈവത്തോടാണ് ചേർന്ന് നിൽക്കേണ്ടത്. ആ കൃപ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരു ഗാനം ആലപിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, കുടുംബങ്ങളുടെ കാവൽക്കാരനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാതൃകയും അനുഗ്രഹവും കടന്നു വരുവാൻ ഇടവരുത്തണമേ. കർത്താവായ യേശുവേ, എല്ലാ ദമ്പതികൾക്കും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാതൃക അനുഗ്രഹമാകട്ടെ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. മനസ്സിലാക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ദൈവഹിതത്തിന് നിന്നുകൊടുക്കുവാൻ വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ.
കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങളെ, അവർ കടന്നു പോകുന്ന അപകട വഴികളെ തിരിച്ചറിയുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പോലെ ദൈവത്തോട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മക്കളുടെ ഭാവിയിൽ അവർ എന്തായി തീരണം, അവർ എവിടെ ജീവിക്കണം എന്ന ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ ഔസേപ്പ് പിതാവിനെ പോലെ ദൈവത്തോട് ആലോചന ചോദിച്ച് വളരുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, വിശുദ്ധരോടൊപ്പം ജീവിക്കുവാൻ, സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും നൽകണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പാപത്തിൻ മാർഗം ത്യജിച്ചിടുവാൻ, യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ. പാപത്തിൻ മാർഗം ത്യജിച്ചിടുവാൻ, യേശു മാർഗത്തിൽ ജീവിച്ചിടാൻ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, കരങ്ങളുയർത്തി ആത്മാവിനായി ദാഹിച്ച് പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളെയും നയിക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ. എല്ലാ മാതാപിതാക്കളിലും നിറയണമേ, എല്ലാ കുട്ടികളിലും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 മഹത്വം, 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 മഹത്വം. ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിറങ്ങട്ടെ, അഭിഷേക ജ്വാല നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ. പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ രോഗങ്ങൾ സുഖപ്പെടട്ടെ, കൃപ നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ. യേശുവേ, ഔസേപ്പ് പിതാവിന്റെ അനുഗ്രഹം
എല്ലാ കുടുംബങ്ങൾക്കും കുടുംബനാഥന്മാർക്കും കുടുംബനാഥകൾക്കും നൽകണമേ. യേശുവേ, ഔസേപ്പിതാവേ കടന്നു വരണമേ. വിശുദ്ധ ഔസേപ്പിതാവേ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ മാതാവേ കടന്നു വരണമേ. ഔസേപ്പിതാവേ, പരിശുദ്ധ അമ്മേ മാതാവേ കടന്നു വരണം. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ, എല്ലാവരും അനുഗ്രഹിക്കണം. ഔസേപ്പിതാവേ കടന്നു വരണമേ. വിശുദ്ധ ഔസേപ്പിതാവേ കടന്നു വരണമേ. പരിശുദ്ധമേ കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ നിമിഷങ്ങളാണ്. ഈശോയെ, എന്നെ സുഖപ്പെടുത്തണമേ, എൻ്റെ കുടുംബത്തെ സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് സ്കിന്നിൽ അലർജി മൂലം ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളുമൊക്കെ ശക്തമായിട്ടുണ്ടാകുന്ന 18ഓളം പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു സഹോദരി വല്ലാതെ ഭയപ്പെട്ടിരിക്കുന്നു. പക്ഷെ ആ ഓപ്പറേഷനിലൂടെയാണ് ആ സഹോദരിയെ സുഖപ്പെടുത്താൻ ഈശോ ആഗ്രഹിക്കുന്നത്. ആ സഹോദരിയുടെ ഭയം മാറ്റി ഈശോ ആ സഹോദരിക്ക് ഇപ്പോൾ ശാന്തത കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. മക്കളെ ഓർത്ത്, അവരുടെ പഠനത്തെ ഓർത്ത്, അവരുടെ ജീവിത ശൈലികളെ ഓർത്ത് വല്ലാതെ അസ്വസ്ഥപ്പെട്ട് ഉത്കണ്ഠയോടെ പ്രാർത്ഥിക്കുന്ന 62 മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളിലേക്ക് ഈശോ ജ്ഞാനം നൽകുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരീക്ഷ തുടങ്ങിയതിന് ശേഷം ഒരു ആരോഗ്യവുമില്ലാത്തതുപോലെ പഠിക്കാനും കഴിയാതെ ഇങ്ങനെ തളർന്ന് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ, അങ്ങനെയുള്ള 22 കുട്ടികൾക്ക് കർത്താവ് ഉണർവും ശക്തിയും നൽകുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ശക്തമായിട്ടുള്ള നടുവേദന മൂലം കുറച്ചു സമയം ഇരിക്കാനോ നിൽക്കാനോ സാധിക്കാത്ത 12 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ 7 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതിലൊരാള് ഒരു വലിയ വീഴ്ച വീണു, അതിനുശേഷം വലിയ ശ്വാസമുട്ട് അസ്വസ്ഥതയാണ്. അതേപോലെ മറ്റ്6 പേരെ കർത്താവ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരെ സുഖപ്പെടുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി, പക്ഷേ ഗർഭം ധരിക്കുമെങ്കിലും അബോർഷനായി പോകുന്നു. ആ സഹോദരിക്ക് കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് ഞെരുങ്ങുന്നു, പ്രത്യാശ പോലും നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള 90ഓളം കുടുംബങ്ങളെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ പതുക്കെ പതുക്കെ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. തലമുടി വളരെ ശക്തമായിട്ട് കൊഴിയുന്നു. ഇങ്ങനെ പോയാൽ തല പെട്ടയായി പോകുമല്ലോ എന്ന് ആദ്യ പിടിച്ച് സങ്കടപ്പെട്ട് വിഷമിക്കുന്ന 6 പേരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സങ്കടം കർത്താവ് കാണുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദഹനക്കേട്, കോൺസ്റ്റിപ്പേഷന്റെ പ്രശ്നം, ദഹനക്കേട്, ഭക്ഷണം അതുകൊണ്ട് കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന 11 പേരോട് കർത്താവ് വളരെ ആലോചിച്ചും അന്വേഷിച്ചും മാത്രമേ തീരുമാനങ്ങൾ എടുക്കാവൂ. ഏജൻസികളുടെ തട്ടിപ്പിൽ പെടാൻ ഇടയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചിട്ടേ പോകാവൂ എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് വാവാട് കൊടുവള്ളി. ഞാൻ കഴിഞ്ഞ മാസം 10 ദിവസത്തോളം കണ്ണിന് പോളവീക്കം വന്ന് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. ജോലിക്ക് പോകാനോ സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ച് കിടന്നുറങ്ങാനോ സാധിക്കാതെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. സാധാരണ എനിക്ക് ഇടയ്ക്കിടെ ഇത് വരാറുണ്ട്.
ഇത് ഒരാഴ്ച കൊണ്ട് സുഖപ്പെടുകയും ചെയ്യും. പക്ഷേ ഈ പ്രാവശ്യം 3 പ്രാവശ്യം ഡോക്ടറെ കണ്ടിട്ടും യാതൊരു കുറവുമില്ലായിരുന്നു. ഓരോ ദിവസവും കരഞ്ഞ് ദൈവത്തോട് പരാതി പറഞ്ഞ് മരിച്ചാൽ മതി എന്ന് കരുതിയും ഒക്കെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. ഒരു ദിവസം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ റൂമിലെ ചുമരിൽ ഈശോ ഒരു കുർബാനയും പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കുമെന്ന്. പക്ഷെ അത് പിന്നെയും കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനാണെന്ന്. അന്ന് തന്നെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി എൻ്റെ കണ്ണ് സുഖപ്പെട്ടു. ഈശോയെ നന്ദി. ഈ സഹോദരി രശ്മി പൂക്കാട്ടിൽ കൊടുവള്ളി. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ശാന്തമരിയ, എൻ്റെ മകൾക്ക് ബ്ലീഡിങ് ദശ വളരുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. രണ്ടാമതൊരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും ഈശോയോട് 2 മാസം കൊണ്ട് മോൾക്ക് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ 2 മാസം കൊണ്ട് മകൾക്ക് ബ്ലീഡിങ്ങും ദശ വളരുന്നതും മാറിക്കിട്ടി. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ശാന്താമരിയ. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നത്തെ ആരാധന നിയോഗം ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല അലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ഈശോയുടെ തിരുമുഖമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കൽ എത്തുന്നതുവരെ ഞങ്ങൾ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മാലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ അന്തോണീസിന്റെ സാന്നിധ്യവും അനുഗ്രഹവും നിറയട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ അനുഗ്രഹങ്ങൾ നിറയട്ടെ. വിശുദ്ധ യൂദാശ്ലീഹായുടെ അനുഗ്രഹം നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരട്ടെ. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ അനുഗ്രഹങ്ങൾ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് തൊണ്ടവേദനയുള്ള 10 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. വെരിക്കോസ് വെയിന്റെ അസ്വസ്ഥത മൂലം രോഗവും വേദനയുമുള്ള 3 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചെവിയിൽ പഴുപ്പും
ചെവിയിൽക്കകത്ത് ഭയങ്കര കടിയും അങ്ങനെയുള്ള അസ്വസ്ഥ, ചെവിക്കടി അങ്ങനെയുള്ള അസ്വസ്ഥതയുള്ള 4 പേരെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.